Hello dear code learners, welcome to my YouTube channel Code Learner. Last video നമ്മൾ ക്ലാസിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഫണ്ടമെൻ്റൽസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒരു ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ദെൻ ആ ക്ലാസ്സിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ദെൻ ഒരു ഒബ്ജക്റ്റിൻ്റെ മെത്തേഡ് എങ്ങനെ ഇൻവോക്ക് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ടോപ്പിക്ക് ആക്സസ് കൺട്രോൾ മെക്കാനിസംസ് ആണ്. മെയിനായിട്ട് 4 ടൈപ്പ് ആക്സസ് കൺട്രോൾ മെക്കാനിസംസ് ആണ് ജാവയിൽ യൂസ് ചെയ്യുന്നത്. പബ്ലിക്, ദെൻ പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ആൻഡ് ഡിഫോൾട്ട്. അതെല്ലാം എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. ദെൻ റിട്ടേണിങ് ഓബ്ജക്ട്സ്, അതായത് ഒരു മെത്തേഡിന് എങ്ങനെ ഒരു ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യാമെന്നുള്ളത്. സാധാരണ നിങ്ങൾ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ആയിട്ടുള്ള ഇൻറ്റ്, വേർ, കാർ ഒക്കെയാണ് നോർമലി ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. അതിൽ നിന്ന് ഒരു മെത്തേഡിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് എങ്ങനെ റിട്ടേൺ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ റിക്കേഴ്സീവ് ഫംഗ്ഷൻസ്, ഓൾറെഡി സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സെയിം ഫംഗ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ റിക്കേഴ്സീവ് ഫംഗ്ഷൻസ് ഒരു ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ സ്റ്റാറ്റിക് മെമ്പേഴ്സ്, അതായത് ഒരു മെത്തേഡ് അല്ലെങ്കിൽ വേരിയബിൾ സ്റ്റാറ്റിക് ആയിട്ട് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക് ആക്സസ് കൺട്രോൾസ്, ഓൾസോ നോൺ ആസ് ആക്സസ് സ്പെസിഫയേഴ്സ് ഓർ വിസിബിലിറ്റി സ്പെസിഫയേഴ്സ്. അപ്പോൾ എക്സാമിന് പല രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ആക്സസ് സ്പെസിഫയേഴ്സ് അല്ലെങ്കിൽ ആക്സസ് കൺട്രോൾസ് യൂസ് ചെയ്യുന്നത് ആ വേരിയബിളിൻ്റെ ആക്സസ് പെർമിഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ വേരിയബിൾ അല്ലെങ്കിൽ ആ മെത്തേഡ് നിങ്ങൾക്ക് എവിടെ നിന്നെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് ഒരു വേരിയബിൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിനെ ഒരു ക്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമോ, അത് ആ ക്ലാസിൻ്റെ പുറത്തോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് ക്ലാസ്സിനകത്ത് നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് പറയുന്നത്. So which regulates the access to classes, fields and methods. Fields എന്ന് പറഞ്ഞാൽ വേരിയബിൾസ്. So these specifiers determine whether a field or method in a class can be used or invoked by another method in another class or subclass. നിങ്ങളൊരു ക്ലാസ്സിനകത്ത് സാധാരണ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഡിക്ലെയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് ആക്സസ് സ്പെസിഫയേഴ്സ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ വേരിയബിൾ എവിടെ നിന്നെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് 4 മെത്തേഡ്സാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ it can be used to restrict access. So mainly there are 4 access control mechanisms available in Java, and they are public, private, protected and default. ഇങ്ങനെ 4 ടൈപ്പ് ആക്സസ് സ്പെസിഫയേഴ്സ് അല്ലെങ്കിൽ വിസിബിലിറ്റി സ്പെസിഫയേഴ്സ് ആണ് ജാവയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പബ്ലിക് സ്പെസിഫയർ. ഇറ്റ് അച്ചീവ്സ് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് ആക്സസിബിലിറ്റി. അതായത് പബ്ലിക്, ആ വേർഡിൻ്റെ അകത്തുണ്ട് അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. അതായത് നിങ്ങളൊരു വേരിയബിൾ പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിനെ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല ഒരു മെത്തേഡ് ആണെങ്കിലും ആ മെത്തേഡ് നിങ്ങൾ പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ മെത്തേഡിനെ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. നോർമലി നിങ്ങൾക്കറിയാം ഒരു മെത്തേഡ് അല്ലെങ്കിൽ വേരിയബിൾ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡിക്ലെയർ ചെയ്ത ആ വേരിയബിളിനെ നിങ്ങൾക്ക് ക്ലാസ്സിനെ പുറത്തുനിന്നും ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കുറച്ചുകൂടി പുറത്ത് വന്നു കഴിഞ്ഞാൽ, അതായത് പാക്കേജിൻ്റെ കൺസെപ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വേരിയബിളിന് ഒരു പാക്കേജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇൻഹെറിറ്റഡ് ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ here we have public class demo. അതിനുള്ളിൽ നമ്മൾ 3 വേരിയബിളാണ് പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്തത്. പബ്ലിക്, ഇൻറ്റ്, എക്സ്, വൈ, സൈസ്. അങ്ങനെ 3 വേരിയബിൾ പബ്ലിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് പബ്ലിക്. അപ്പോൾ പബ്ലിക്കായിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിനെ പുറത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിനടുത്ത സ്പെസിഫയർ ആണ് പ്രൈവറ്റ് സ്പെസിഫയർ. ഇറ്റ് അച്ചീവ്സ് ദി ലോവസ്റ്റ് ലെവൽ ഓഫ് ആക്സസിബിലിറ്റി. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ആയിട്ട് നിങ്ങളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ക്ലാസ്സിനുള്ളിൽ ഒരു വേരിയബിൾ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വേരിയബിൾ ക്യാൻ ഓൺലി ബി ആക്സസ്ഡ് വിത്തിൻ ദി സെയിം ക്ലാസ്. ആ ക്ലാസ്സിനുള്ളിൽ നിന്ന് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. വി ക്യാൻ അച്ചീവ് എൻകാപ്സുലേഷൻ ആൻഡ് ഹൈഡ് ഡാറ്റ ഫ്രം ദി ഔട്ട്സൈഡ് വേൾഡ്. ആക്ച്വലി ഡാറ്റ എൻകാപ്സുലേഷനും ഡാറ്റ ഹൈഡിങ്ങും ഒക്കെ ഞങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹിയർ വി ഹാവ് പ്രൈവറ്റ് ഇൻറ്റ് എക്സ്, വൈ. അതായത് ഒരു ക്ലാസ്സിനകത്തുള്ള 2 ആട്രിബ്യൂട്ടാണ് ഈ എക്സും വൈയും, അതിവിടെ പ്രൈവറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സും വൈയും ക്ലാസ്സിൻ്റെ പുറത്തോട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത് ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. നോർമലി ഇതാണ് പ്രൊസീജിയർ. ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ സെറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം ഈ വേരിയബിൾസിനകത്തോട്ട് വാല്യൂസ് സെറ്റ് ചെയ്യാൻ. അല്ലാണ്ട് നിങ്ങൾക്ക് ഈ വേരിയബിൾ അല്ലെങ്കിൽ ഈ ആട്രിബ്യൂട്ട് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മുമ്പത്തെ എക്സാമ്പിളിനകത്തൊക്കെ മെയിൻ്റെ ഉള്ളിൽ ഈ ആട്രിബ്യൂട്ടിന് വാല്യൂ സെറ്റ് ചെയ്തു അല്ലേ, അവിടെ നിങ്ങൾ ഈ സ്പെസിഫയർ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഇൻറ്റ് എക്സ്, വൈ എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫയർ നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സും വൈ എന്ത് ചെയ്യാൻ പറ്റും, മെയിനകത്തുനിന്നും അല്ലെങ്കിൽ മെയിൻ ക്ലാസ്സിനകത്തുനിന്നും ആക്സസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, പ്രൈവറ്റായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കേളി ബ്രാക്കറ്റ്, അതായത് ക്ലാസ്സിൻ്റെ ഈ രണ്ട് കേളി ബ്രാക്കറ്റിനുള്ളിൽ മാത്രമേ ഇതിൻ്റെ വിസിബിലിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ. അടുത്ത സ്പെസിഫയർ ആണ് പ്രൊട്ടക്റ്റഡ് സ്പെസിഫയർ. സോ മെത്തേഡ്സ് ആൻഡ് ഫീൽഡ്സ് declared as protected can only be accessed by the subclass in other package. ആക്ച്വലി പാക്കേജ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ക്ലാസ്സസ് ആണ്, നമുക്ക് പിന്നീട് ടോപ്പിക്ക് വരുന്നുണ്ട്. സോ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ ദി സബ് ക്ലാസ്സസ് ഇൻ അതർ പാക്കേജസ്. വേറൊരു പാക്കേജിനകത്തു നിന്നും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓർ എനി ക്ലാസ് വിത്തിൻ ദ പാക്കേജ് ഓഫ് ദി പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ക്ലാസ്. അല്ല, സെയിം പാക്കേജിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇറ്റ് കനോട്ട് ബി അപ്ലൈഡ് ടു ക്ലാസ്സസ്. നോർമലി നിങ്ങൾക്ക് ക്ലാസ്സിനെ ഒരു പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം, പബ്ലിക് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യാം. പക്ഷേ പ്രൊട്ടക്റ്റഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഇനി നാലാമത്തെ സ്പെസിഫയർ ആണ് ഡിഫോൾട്ട് സ്പെസിഫയർ. അതായത് ഡിഫോൾട്ട് സ്പെസിഫയർ ഓർ അതർവൈസ് കോൾഡ് നോ സ്പെസിഫയർ. ഇതിനാണ് പർട്ടിക്കുലർ കീവേഡ് ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു വേരിയബിൾ ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫോൾട്ടാണ്. ഡിഫോൾട്ട് ഇൻറ്റ് എക്സിന് ഇക്വലൻ്റ് ആണ്. അങ്ങനെ ഡിഫോൾട്ട് നമ്മൾ കീവേഡ് ഇല്ല ഇതിനകത്ത്, ഡിഫോൾട്ട് സ്പെസിഫയർ ഇല്ല. സോ വെൻ യു ഡസൻറ്റ് സെറ്റ് ആക്സസ് സ്പെസിഫയർ ഫോർ ദി എലമെൻറ്റ് ഇറ്റ് വിൽ ഫോളോ ദ ഡിഫോൾട്ട് ആക്സസിബിലിറ്റി ലെവൽ. അതായത് നിങ്ങൾ വെറുതെ ഒരു വേരിയബിൾ ഇൻറ്റ് ഐ എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫോൾട്ട് സ്പെസിഫയർ ആണ്. സോ ദർ ഈസ് നോ ഡിഫോൾട്ട് സ്പെസിഫയർ കീവേഡ് അവൈലബിൾ ഇൻ ജാവ. Using default specifier we can access class, method or field which belongs to same package but not from the outside this package. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പാക്കേജ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ക്ലാസ്സസ് ആണ്. അപ്പോൾ ഒരു വേരിയബിൾ നിങ്ങൾ ഡിഫോൾട്ടായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്കേജിനകത്തുള്ള ക്ലാസ്സുകളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ വേരിയബിളിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഏത് ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് സെയിം പാക്കേജിനകത്തായിരിക്കണം. പാക്കേജിൻ്റെ കൺസെപ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് വരച്ചതാണ്. ഞങ്ങൾക്ക് ഇവിടെ പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, അതുപോലെ ഡിഫോൾട്ട്, പബ്ലിക്, ഈ 4 സ്പെസിഫയർ വീടുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വീടിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസ് എത്രത്തോളം ആക്സസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ഒരു വീടിനകത്ത് ഒരു ഡോർ സ്റ്റെപ്പ് ഉണ്ടായിരിക്കും, ദെൻ ഒരു സിറ്റ് ഔട്ട്, ഫോർ എക്സാമ്പിൾ റിസപ്ഷൻ വരെ സിറ്റ് ഔട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ വീടിനൊരു ഹാൾ ഉണ്ടായിരിക്കും, ദെൻ ബെഡ്റൂം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡോർ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒരു സ്റ്റെപ്പാണ്, വീടിൻ്റെ പുറത്തുള്ള ഒരു സ്റ്റെപ്പാണ്. അത് പബ്ലിക് ആക്സസിബിലിറ്റിയാണ്. അതായത് പുറത്തൊരാൾക്ക് വേറെ ഒരു എക്സ്റ്റേണൽ ഒരാൾ കയറി വരികയാണെങ്കിൽ അയാൾക്ക് ഡോർ സ്റ്റെപ്പ് വരെ വരാൻ പറ്റും. അതായത് നിങ്ങളുടെ വീട്ടിലില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇനി സിറ്റ് ഔട്ടും ഹാളും നിങ്ങളെ വീടിൻ്റെ പരിചയത്തിലുള്ള ഒരാൾ വരികയാണെങ്കിൽ അവർക്ക് സിറ്റ് ഔട്ടും ഹാളും വരെ ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും. സോ അതാണ് പ്രൊട്ടക്റ്റഡ് ആൻഡ് ഡിഫോൾട്ട് ഏരിയ. ഇപ്പോൾ പബ്ലിക് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡോർ സ്റ്റെപ്പ് വരെ വരാം, വീടിൻ്റെ ഡോർ സ്റ്റെപ്പ് വരെ വരാം. ദാറ്റ് ഈസ് പബ്ലിക് ഏരിയ. ദെൻ റിസപ്ഷനും ഹാളും എന്താണ്, പ്രൊട്ടക്റ്റഡ് ഓർ ഡിഫോൾട്ട് ഏരിയ ആണ്. ഇനി ബെഡ്റൂം എന്നുള്ളൊരു പ്രൈവറ്റ് ഏരിയ ആണ്. അതായത് ആ വീടിനകത്തുള്ള ആളുകൾക്ക് മാത്രമേ ബെഡ്റൂം ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങളൊരു വേരിയബിൾ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലാസ്സിന് പുറത്തോട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഈ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിളിനകത്ത് 4 വേരിയബിളാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വേരിയബിൾ പബ്ലിക് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, സെക്കൻഡ് വേരിയബിൾ പ്രൈവറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, തേർഡ് വേരിയബിൾ പ്രൊട്ടക്റ്റഡ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, ദെൻ ഫോർത്ത് വൺ ഡിഫോൾട്ട് സ്പെസിഫയർ. നിങ്ങൾ സ്പെസിഫയർ ഒന്നും പറഞ്ഞിട്ടില്ലാന്നെങ്കിൽ അത് ഡിഫോൾട്ട് കാറ്റഗറിയിലാണ് വരിക. അഗെയിൻ നമ്മുടെ ഈ ഒരു മെത്തേഡ് പബ്ലിക് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ക്ലാസ് ഡിഫോൾട്ട് ആയിട്ടാണ് ക്ലാസ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, കംപ്ലീറ്റ് ഡെഫിനേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ മേലെ ടോപ്പിൽ പ്രൈവറ്റ്, ഡിഫോൾട്ട്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക്. അപ്പോൾ ഒരു വേരിയബിൾ പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ വേരിയബിളിന് നിങ്ങൾക്ക് സെയിം ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അത് സെയിം പാക്കേജ് സബ് ക്ലാസ്സിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സെയിം പാക്കേജ് നോൺ സബ് ക്ലാസ്സിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പാക്കേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നിൽ കൂടുതൽ ക്ലാസ്സസ് വരാം. അപ്പോൾ ഒരു വേരിയബിൾ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ക്ലാസ്സിനകത്താണോ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ആ ക്ലാസ്സിനകത്ത് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് പുറത്തോട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബാക്കിയുള്ള ഫീൽഡ് എല്ലാം നോ വന്നത്. ഇനി നിങ്ങളൊരു വേരിയബിൾ ഡിഫോൾട്ടായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെയിം ക്ലാസ്സിനകത്തും ആക്സസ് ചെയ്യാം, സെയിം പാക്കേജ് സബ് ക്ലാസ്സിനകത്ത് ആക്സസ് ചെയ്യാം, സെയിം പാക്കേജ് നോൺ സബ് ക്ലാസ്സസിനകത്തും ആക്സസ് ചെയ്യാം. ഇവിടെ സബ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് ഇൻഹെറിറ്റൻസിൻ്റെ കൺസെപ്റ്റിൽ യൂസ് ചെയ്യുന്നതാണ്.
അതായത് മെയിൻ ക്ലാസ്സും സബ് ക്ലാസ്സും, ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് വേറെ രണ്ടാമതൊരു സബ് ക്ലാസ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫോം ചെയ്ത ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫോൾട്ട് സ്പെസിഫയർ ആയിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വേരിയബിളിനെ സബ് ക്ലാസ്സിനകത്തും ആക്സസ് ചെയ്യാൻ പറ്റും. അത് സെയിം പാക്കേജ് ആയിക്കോട്ടെ, സെയിം പാക്കേജിനകത്ത് തന്നെ ഇൻഹെറിറ്റഡ് ക്ലാസ് ആയിക്കോട്ടെ, നോൺ ഇൻഹെറിറ്റഡ് ക്ലാസ് ആയിക്കോട്ടെ. ഓക്കെ, ഇനി അത് വേറെ പാക്കേജിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഡിഫറൻറ്റ് പാക്കേജ് നോൺ സബ് ക്ലാസ്സിനകത്തും ആ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾ വേരിയബിൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വേരിയബിളിനെ സെയിം ക്ലാസ്സിനകത്ത് ആക്സസ് ചെയ്യാം, സെയിം പാക്കേജ് സബ് ക്ലാസ്സിനകത്ത് ആക്സസ് ചെയ്യാം, സെയിം പാക്കേജ് നോൺ സബ് ക്ലാസ്സിനകത്ത് ആക്സസ് ചെയ്യാം, ദെൻ ഡിഫറൻറ്റ് പാക്കേജ് സബ് ക്ലാസ്സിനകത്ത് ആക്സസ് ചെയ്യാം. അതായത് നിങ്ങൾ ആ വേരിയബിൾ ഒരു ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം പാക്കേജിനകത്ത് അത് ഏത് ക്ലാസ്സിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ വേറെ ഡിഫറൻറ്റ് പാക്കേജിനകത്താണ് ക്ലാസ് കിടക്കുന്നതെങ്കിൽ ആ ഡിഫറൻറ്റ് പാക്കേജിൽ സബ് ക്ലാസ് ആണെന്നെങ്കിൽ, അതായത് മെയിൻ പാക്കേജിൻ്റെ സബ് ക്ലാസ്, മെയിൻ പാക്കേജിനകത്തുള്ള ക്ലാസിൻ്റെ ഒരു സബ് ക്ലാസ് ആണ് ഡിഫറൻറ്റ് പാക്കേജിനകത്ത് കിടക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൊട്ടക്റ്റഡ് വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അത് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവും. ഇൻഹെറിറ്റൻസിൻ്റെ കൺസെപ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും ആ വേരിയബിളിനെ. അപ്പം ലാസ്റ്റ് പബ്ലിക് ഫീൽഡ് എന്താണ്, എല്ലാം യെസ് ആണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടെസ്റ്റ് എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്, അതിനകത്ത് നമ്മൾ ഡിഫോൾട്ട് സ്പെസിഫയർ ആയിട്ട് ഇൻറ്റ് ചെയ്യുന്നുണ്ട്. പബ്ലിക് ഇൻറ്റ് ബി, പ്രൈവറ്റ് ഇൻറ്റ് സി. അപ്പോൾ 3 വേരിയബിളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ 2 സെറ്റർ മെത്തേഡ്, ഒരു സെറ്റർ മെത്തേഡ് ഉണ്ട്, ഒരു ഗെറ്റർ മെത്തേഡ് ഉണ്ട്. അതായത് സെറ്റ് സി, ഗെറ്റ് സി. ഇത് യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്രൈവറ്റ് മെമ്പർ അല്ലെങ്കിൽ പ്രൈവറ്റ് വേരിയബിളിനെ ആ സെയിം ക്ലാസ്സിനകത്ത് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ ഒരു ക്ലാസ്സിനകത്ത്, മെയിൻ ക്ലാസ്സിനകത്ത് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെയിം ക്ലാസ്സിനകത്ത് അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫംഗ്ഷൻ, ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണം, അതുപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഗെറ്റ് ചെയ്യാൻ ഗെറ്റ് ഫംഗ്ഷനെ യൂസ് ചെയ്യണം. അതാണ് സെറ്ററും ഗെറ്ററും. ഇനി നമ്മൾ മെയിൻ ക്ലാസ്സിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് OB ഈക്വൽ ടു ന്യൂ ടെസ്റ്റ് ഓൺ, ദെൻ OB.A ഈക്വൽ ടു 10. അത് പോസിബിൾ ആണ്, കാരണം ഇത് ഡിഫോൾട്ട് സ്പെസിഫയറിൽ ഡിക്ലെയർ ചെയ്ത ഒരു വേരിയബിൾ ആണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേറൊരു ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. സെയിം പാക്കേജിനകത്ത് തന്നെ അല്ലെങ്കിൽ സെയിം പ്രോഗ്രാമിനകത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേറെ ക്ലാസ്സിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ OB.B ഈക്വൽ ടു 20, അത് പബ്ലിക് ആണ്, അത് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ OB.C ഈക്വൽ ടു 100, അത് എറർ കാണിക്കും, കാരണം അതൊരു പ്രൈവറ്റ് മെമ്പറാണ്. അപ്പോൾ സെയിം പ്രോഗ്രാം ആയിക്കോട്ടെ, അത് വേറെ ക്ലാസ്സിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ സെയിം ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ OB.setC, അപ്പോൾ നിങ്ങൾക്ക് ഈ സിക്കകത്തോട്ട് വാല്യൂ സെറ്റ് ചെയ്യണമെന്നെങ്കിൽ, എന്തെങ്കിലും വാല്യൂ അസൈൻ ചെയ്യണമെന്നെങ്കിൽ, ഇതുപോലെ അസൈൻ ചെയ്യണമെന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യണം. ആ ക്ലാസ്സിനകത്ത് നിങ്ങളൊരു മെത്തേഡ് എഴുതുക, ദാറ്റ് ഈസ് സെറ്റർ സി. സെറ്റ് സി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, സെറ്റർ ഫംഗ്ഷൻ. സോ OB.setC ഓഫ് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്കകത്തോട്ട് ഈ 100 എന്നുള്ള വാല്യൂ കയറി വരും. ദെൻ ദാറ്റ് സി ഈക്വൽ ടു ഐ ഓർ ദീസ് ഡോട്ട് സി ഈക്വൽ ടു ഐ എന്ന് എഴുതാം. അതായത് ആ ഒബ്ജക്റ്റിൻ്റെ സി എന്നുള്ള ആട്രിബ്യൂട്ടിനകത്തോട്ട് ഐക്കകത്ത് കിട്ടിയ വാല്യൂവിനെ അസൈൻ ചെയ്യണം. ഇനി ആ കറസ്പോണ്ടിങ് എല്ലാ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിയുടെ കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് ഇതുപോലെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് കറസ്പോണ്ടിങ് ഗെറ്റർ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. സോ OB.getC എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ഇങ്ങോട്ട് വരും. ആ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, റിട്ടേൺ സി. സിയുടെ വാല്യൂ എന്താണോ അതാണ് റിട്ടേൺ ചെയ്യുക. സിയുടെ വാല്യൂ നമ്മൾ നേരത്തെ 100 അസൈൻ ചെയ്തിട്ടുണ്ട്, സോ ആ വാല്യൂ ഇവിടെ റിട്ടേൺ ചെയ്യും. ഇനി അടുത്ത ടോപ്പിക്ക് റിട്ടേണിംഗ് ഒബ്ജക്ട്സ്. സാധാരണ നിങ്ങൾ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള ഇൻറ്റ്, കാർ, അതുപോലെ ഫ്ലോട്ട്, ഡബിൾ ഇതുപോലുള്ള വേരിയബിൾസ് അല്ലെങ്കിൽ വേരിയബിൾ വാല്യൂസ് നിങ്ങൾ റിട്ടേൺ ചെയ്യാറുണ്ട്. ഒരു ഫംഗ്ഷനിൽ നിന്ന് ഒരു മെത്തേഡിൽ നിന്ന് റിട്ടേൺ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ റിട്ടേൺ ചെയ്യുന്നത് സാധാരണ നമ്മൾ പഠിച്ച മെത്തേഡാണ്. ഇനി നിങ്ങൾക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിനെ തന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റും. അതായത് ഒരു മെത്തേഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ക്ലാസ് ടൈപ്പ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിനകത്ത് വി ഹാവ് എ ക്ലാസ് ടെസ്റ്റ്. ടെസ്റ്റ് എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്, അതിനകത്തൊരു വേരിയബിൾ ഉണ്ട് ഇൻറ്റ് എ, ഡിഫോൾട്ട് സ്പെസിഫയറിൽ ഡിക്ലെയർ ചെയ്ത ഒരു വേരിയബിളാണ്. ദെൻ വി ഹാവ് എ കൺസ്ട്രക്ടർ ടെസ്റ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെസ്റ്റ് എന്നുള്ള ക്ലാസ്സിൻ്റെ അതേ പേരിൽ നിങ്ങളൊരു മെത്തേഡ് എഴുതുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കൺസ്ട്രക്ടർ. ആ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ടിനകത്തോട്ടൊരു വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ട്. ഈ വാല്യൂ വരുന്നത് മെയിൻ മെത്തേഡിൽ നിന്നാണ് വരുന്നത്. ദെൻ വി ഹാവ് മെയിൻ മെത്തേഡ് എന്നല്ല, ഇൻക്രീസ് എന്നുള്ള ഫംഗ്ഷനിൽ നിന്നാണ് വാല്യൂ വരുന്നത്. ദെൻ വി ഹാവ് അനദർ ഫംഗ്ഷൻ ഇൻക്രീസ് ഓഫ്. അപ്പോൾ ഈ ഇൻക്രീസ് എന്നുള്ള ഫംഗ്ഷനാണ് അല്ലെങ്കിൽ മെത്തേഡാണ്. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് നോക്കി, റിട്ടേൺ ടൈപ്പ് ഒരു ക്ലാസ് ആണ് അല്ലേ, ക്ലാസ് ആണ് റിട്ടേൺ ടൈപ്പ്. സാധാരണ നിങ്ങൾ
വോയിഡ് ഇൻക്രീസ് ഓഫ് അല്ലെങ്കിൽ ഇൻറ്റ് ഇൻക്രീസ് ഓഫ് അങ്ങനെയാണ് കൊടുക്കാറ്. അപ്പോൾ ഇവിടെ വോയിഡ് അല്ലെങ്കിൽ ഇൻറ്റിന് പകരം നിങ്ങളിവിടെ ക്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ അതേ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഫൈനലി ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഇവിടെ ടെമ്പ് എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ടെമ്പാണ് പിന്നീട് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ മെയിൻ ഫംഗ്ഷനോട്ട് വരാം. മെയിൻ ഫംഗ്ഷനകത്ത് എന്താ ചെയ്യുന്നത്? മെയിൻ ഫംഗ്ഷനകത്ത് ഒരു OB1 ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ടെസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2 എന്നുള്ളൊരു വാല്യൂ ആണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. സോ i = 2 ആകും. i = 2 ആകും. ആ 2 എന്നുള്ള വാല്യൂ എയിലോട്ട് അസൈൻ ചെയ്യും. സോ ഇൻ എഫക്റ്റ് ഇത് എന്താണ്? ദീസ് ഡോട്ട് എ = 2 ആയി. ദീസ് ഡോട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് 1 ഡോട്ട് എ = 2. അതായത് ഒബ്ജക്റ്റ് 1ൻ്റെ എ എന്നുള്ള ആട്രിബ്യൂട്ടിന് 2 എന്നുള്ള വാല്യൂ കിട്ടി. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒബ്ജക്റ്റ് 1ൻ്റെ എ എന്നുള്ള ആട്രിബ്യൂട്ടിന് 2 എന്നുള്ള വാല്യൂ കിട്ടി. ഇനി നമ്മൾ OB2 എന്നുള്ള ഒരു രണ്ടാമതൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. OB2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊരു റെഫറൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഒബ്ജക്റ്റ് റെഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്തു. OB2 എന്ന് പേരുള്ള ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒരു റെഫറൻസ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ OB2 = അപ്പോൾ ഈ ഒരു OB2 എന്നുള്ള വേരിയബിളിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഒബ്ജക്റ്റിനെ വേറൊരു ഒബ്ജക്റ്റിനെ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വാല്യൂനെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇവിടെ OB2 = OB1 ഡോട്ട് ഇൻക്രീസ് ഓഫ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഇൻക്രീസ് എന്നുള്ള ഫംഗ്ഷനാണ് കോൾ ചെയ്യുന്നത്. ഈ ഫംഗ്ഷന് ഏത് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ്? OB1 എന്നുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇൻക്രീസ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. OB1 ഒബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. സോ OB1 ഡോട്ട് ഇൻക്രീസ് ഓഫ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. ഓക്കെ, കൺട്രോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഈ ടെസ്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഒബ്ജക്റ്റ് നെയിം ഈസ് ടെമ്പ് എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കയ്യിൽ OB2 എന്നുള്ള ഒരു റെഫറൻസ് വേരിയബിൾ ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ടെമ്പ് എന്നുള്ള ഒരു ഒബ്ജക്റ്റും ഉണ്ട്. ടെമ്പ് എന്നുള്ളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? കൺട്രോൾ നേരെ ഈ ടെസ്റ്റ് എന്നുള്ള കൺസ്ട്രക്ടറിനെയാണ് കോൾ ചെയ്യുന്നത് അല്ലേ? ടെസ്റ്റ് എന്നുള്ള കൺസ്ട്രക്ടറിനെയാണ് കോൾ ചെയ്യുന്നത്. ആർഗ്യുമെൻ്റ് ആയിട്ട് എന്താ പാസ് ചെയ്യുന്നത്? ആർഗ്യുമെൻ്റ് ആയിട്ട് എ എന്നുള്ള വാല്യൂ ആണ് A+10 ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എ എന്നുള്ള വാല്യൂ ഏതിൻ്റെ എ ആണ്? OB1ൻ്റെ എ ആണ്. OB1 എന്നുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൺട്രോൾ വന്നിട്ടുള്ളത്. സോ ന്യൂ ടെസ്റ്റ് ഓഫ് ദീസ് ഡോട്ട് A+10 ആണ് ഇൻ എഫക്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദീസ് ഡോട്ട് എ എന്ന് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ എന്ന് എഴുതിയുള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ ദീസ് ഡോട്ട് എ തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് 1 യൂസ് ചെയ്തിട്ടാണ് ഈ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്തിട്ടുള്ളത്. സോ ഒബ്ജക്റ്റ് 1ൻ്റെ എ എന്നുള്ള വാല്യൂ, ഒബ്ജക്റ്റ് 1ൻ്റെ എയിൽ എന്താ ഉള്ളത്? 2 ആണുള്ളത്. സോ 2+10 എന്ന് പറഞ്ഞാൽ 12. സോ 12 എന്നുള്ള വാല്യൂ ആണ് ഈ ഐക്കകത്തോട്ട് കിട്ടുക. അപ്പോൾ ഐക്കകത്ത് 12 എന്നുള്ള വാല്യൂ വന്നു. ആ വാല്യൂവിനെ എ എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇത് ടെമ്പ് എന്നുള്ളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. അതിന് എ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആ എ എന്നുള്ള ആട്രിബ്യൂട്ട് 12 എന്നുള്ള വാല്യൂ, അതായത് 10+2 12 ആണ് ഇപ്പോൾ അസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ആ ടെമ്പിനെയാണ് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. സോ OB2 = OB1 ഡോട്ട് ഇൻക്രീസ് ഓഫ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നു. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. ദെൻ ഈ വാല്യൂ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്തു. സോ OB2 = ഇൻ എഫക്റ്റ് എന്തായി? OB2 = ടെമ്പായി. ഇപ്പോൾ ടെമ്പും OB2 ഒരേ മെമ്മറി ലൊക്കേഷനിലോട്ടാണ് റെഫർ ചെയ്യുന്നത്. സോ ടെമ്പ് ഡോട്ട് എ = 12 ആണ്. അതുപോലെ OB2 ഡോട്ട് എയും 12 ആണ്. നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് OB1 ഡോട്ട് എ പ്രിൻറ്റ് ചെയ്തു. അതാണ് ഇവിടെ ഫസ്റ്റ് ഔട്ട്പുട്ട് കാണിച്ചിട്ടുള്ളത്. 2 സെക്കൻഡ് ഔട്ട്പുട്ട് OB2 ഡോട്ട് എ. OB2 ഡോട്ട് എ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? 12 ആണുള്ളത്. ആ 12 ഇവിടെ പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? OB2 എന്നുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻക്രീസ് എന്നുള്ള മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാണ്. എഗെയിൻ കൺട്രോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇതിനുള്ളിൽ നമ്മൾ ഈ ടെസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ടെമ്പ് എന്ന് പേരുള്ളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ആർഗ്യുമെൻ്റ് ആയിട്ട് A+10 ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ OB2 എന്നുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൺട്രോൾ വന്നിട്ടുള്ളത്. OB2ൻ്റെ എ എന്താണ്? OB2ൻ്റെ എ 12 ആണ്. സോ 12+10 ദാറ്റ് ഈസ് 22 ആണ് ഇങ്ങോട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് പോവുക. ദെൻ A = 22 ആകും. സോ റിട്ടേൺ ടെമ്പ്. അപ്പോൾ ഒരു ടെമ്പ് എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ ഇവിടുന്ന് റിട്ടേൺ ചെയ്യും. അത് OB2നകത്തോട്ട് സ്റ്റോർ ചെയ്യും. ഇപ്പോൾ OB2ൻ്റെ എ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 ആണ്. സോ ആ OB2 ഡോട്ട് എ പ്രിൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 22 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോഗ്രാമിൻ്റെ വർക്കിംഗ്. ഇതിനടുത്ത ടോപ്പിക്ക് റിക്കേഴ്ഷൻ.
റിക്കേർഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഡിഫൈനിങ് സംതിങ് ഇൻ ടേംസ് ഓഫ് ഇറ്റ് സെൽഫ്. അതായത് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മെത്തേഡിനുള്ളിൽ നിന്നുകൊണ്ട് സെയിം ഫംഗ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്യുകയാണെങ്കിൽ അതിന് റിക്കേർഷൻ എന്ന് പറയാൻ പറ്റും. സി പ്രോഗ്രാമിംഗ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും റിക്കേർഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പ്രോഗ്രാം നമുക്ക് ചെയ്ത് നോക്കാം. പല എക്സാമ്പിൾസും എക്സാമിന് ചോദിക്കാം. നമുക്ക് എപ്പോഴും റിക്കേർഷന് വേണ്ടി ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, ഫാക്ടോറിയൽ കാണാൻ. നമുക്ക് സെയിം എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. സോ എ മെത്തേഡ് ദാറ്റ് കോൾസ് ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹിയർ വി ഹാവ് എ ക്ലാസ് ഫാക്ടോറിയൽ. അതിനകത്ത് നമുക്ക് ഫാക്ട് എന്നുള്ള ഫാക്ടോറിയൽ കാണാനുള്ള ഒരു മെത്തേഡ് എഴുതിയിട്ടുണ്ട്. ഫാക്ട് എന്ന പേരുള്ള ഒരു ഫംഗ്ഷന്. അപ്പോൾ ഇതാണൊരു റിക്കേഴ്സീവ് ഫംഗ്ഷന്. ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫാക്ട് എന്നുള്ള ഫംഗ്ഷന് ഇതാണ്. അത് ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതിവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. ആ സെയിം ഫംഗ്ഷനുള്ളിൽ കൊണ്ട് സെയിം ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ ഫാക്ട് ഓഫ് n-1 കൺട്രോൾ ഇങ്ങോട്ട് തന്നെ വരും. ദെൻ ഇതിങ്ങനെ എക്സിക്യൂട്ടീവ് ഇവിടെ എത്തുമ്പോൾ വീണ്ടും കൺട്രോൾ ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ ഇവിടെ കിടന്ന് ഇങ്ങനെ കളിക്കും until it reaches the value of n equal to 1. വാല്യൂ ഓഫ് n equal to 1 ആയി കഴിഞ്ഞാൽ 1 അവിടെ നിന്ന് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എപ്പോഴും നിങ്ങൾക്കറിയാം ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് എവിടെ നിന്നാണോ കൺട്രോൾ വന്നത് അങ്ങോട്ടാണ് റിട്ടേൺ പോവുക. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലാസ് റിക്കേർഷൻ ഒരു ക്ലാസ് ഉണ്ട്, റിക്കേർഷൻ മെയിൻ ക്ലാസ്. അതിനുള്ളിൽ നമ്മൾ മെയിൻ മെത്തേഡ്. ദെൻ നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് വേണം ഈ മെത്തേഡിനെ കോൾ ചെയ്യാൻ, അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യാൻ പറ്റില്ല. സോ ഫാക്ടോറിയൽ f ഈക്വൽ ടു ന്യൂ ഫാക്ടോറിയൽ ഓഫ് ദെൻ f ഡോട്ട് ഫാക്ട് ഓഫ് 3. അതായത് നമ്മൾ 3ൻ്റെ ഫാക്ടോറിയലാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഒബ്ജക്റ്റ് ഡോട്ട് ഫാക്ട് ഓഫ് 3. ആ കിട്ടുന്ന വാല്യൂ ഇവിടുന്ന് എന്താണോ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് അത് എസ്സിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടുന്ന് നേരെ കൺട്രോൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് പോകില്ല. അതായത് f ഡോട്ട് ഫാക്ട് ഓഫ് 3 എന്ന് പറഞ്ഞാൽ കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. സോ ഹിയർ n ഈക്വൽ ടു 3 ആകും. n ഈക്വൽ ടു 3 ആകും. ഇപ്പോൾ നമ്മളിവിടെ 3യുടെ ഫാക്ടോറിയലാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം 3യുടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ഇൻറ്റു 2 ഫാക്ടോറിയലാണ്. അതിൽ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഇൻറ്റു 1 ഫാക്ടോറിയൽ. ഇതേപോലെ തന്നെ 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഫാക്ടോറിയലാണ്. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ 2 ഇൻറ്റു 1 ഫാക്ടോറിയൽ. 1 ആയി കഴിഞ്ഞാൽ ഇതെന്താണ് റിട്ടേൺ ചെയ്യുന്നത്, 1 ആണ് റിട്ടേൺ ചെയ്യുന്നത്. 1ൻ്റെ ഫാക്ടോറിയൽ 1 തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് 1 ആണ് റിട്ടേൺ ചെയ്യുന്നത്. ആ 1 എങ്ങോട്ട് പോവുക, 1 പോകുന്നത് ഇങ്ങോട്ട്, എവിടെ നിന്നാണോ കോൾ വന്നത് അങ്ങോട്ടാണ് പോവുക. ഇങ്ങോട്ട് കോൾ വന്നത് 2 ഫാക്ടോറിയൽ കോൾ ചെയ്തപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. സോ 2 ഇൻറ്റു 1 ആകും. ആ 2 ഇൻറ്റു 1 എന്നുള്ള റിസൾട്ട് എങ്ങോട്ട് പോകും, 3 ഫാക്ടോറിയൽ കോൾ ചെയ്തപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. സോ 2 ഇൻറ്റു 3 ആകും. ദെൻ നേരെ തിരിച്ച് 4ലോട്ട് പോകും, ദെൻ 5ലോട്ട് പോകും. ആ ഒരു പ്രൊസീജിയറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫാക്ട് ഓഫ് 3, ഇവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് n ഈക്വൽ ടു 3 ആണ് വരുന്നത്. ദെൻ വി ഹാവ് എ വേരിയബിൾ റിസൾട്ട് നമ്മൾ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. n ഈക്വൽ ടു 1 ആണോ എന്ന് ചെക്ക് ചെയ്യും. കാരണം അല്ല, n ഈക്വൽ ടു 3 ആണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല, പകരം ഇങ്ങോട്ട് വരും. ഇവിടെ റിസൾട്ട് ഈക്വൽ ടു n ഇൻറ്റു ഫാക്ട് ഓഫ് n-1, അതായത് 3 ഇൻറ്റു ഫാക്ട് ഓഫ് 2, അതായത് n-1 എന്ന് പറഞ്ഞാൽ 3-1. സോ 3 ഇൻറ്റു ഫാക്ട് ഓഫ് 2. അപ്പോൾ തിരിച്ച് കൺട്രോൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു. ഓക്കെ, ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്നിൻ്റെ വാല്യൂ 1 ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്നിൻ്റെ വാല്യൂ 1 അല്ല, എന്നിൻ്റെ വാല്യൂ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് 2 ആണ്. അപ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരും. 2 ഇൻറ്റു ഫാക്ട് ഓഫ് 1, അതായത് 2-1. അപ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരും. 1 ആയി കഴിഞ്ഞാൽ തിരിച്ച് 1 റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് 1 ആണ് വരിക. അപ്പോൾ 2 ഇൻറ്റു 1 ആയി. ആ 2 ഇൻറ്റു 1 അതിന് തൊട്ട് മുമ്പ് ഇങ്ങോട്ടൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. സോ 3 ഇൻറ്റു 2 ഇൻറ്റു 1, അതാണ് ഇവിടുന്ന് റിസൾട്ടായിട്ട് റിട്ടേൺ ചെയ്യാം. അത് ഇവിടെ എസ് എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യും. ദെൻ ഫാക്ടോറിയൽ ഓഫ് 3 ഈസ് എന്ന് പറഞ്ഞിട്ട് ആ എസ്സിനകത്ത് ഇവിടെ എന്താണോ വാല്യൂ കിട്ടിയത് അത് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റിക്കർസീവ് ഫംഗ്ഷന് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ ഓൾറെഡി സി പ്രോഗ്രാമിനകത്ത് പഠിച്ചതായിരിക്കും റിക്കർസീവ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. അടുത്തത് സ്റ്റാറ്റിക് മെമ്പർ അല്ലെങ്കിൽ സ്റ്റാറ്റിക് കീവേഡ്. സോ സ്റ്റാറ്റിക് കീവേഡ് ഈസ് എ ജാവ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ മെമ്മറി മാനേജ്മെൻറ്റ്. അതായത് ഇതിൻ്റെ ഒരു സ്ലൈഡിനകത്ത് പറഞ്ഞ കണ്ടന്റ് ഞാൻ ഒന്ന് പറയാം. അതായത് സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്തിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മെമ്മറി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളൊരു വേരിയബിൾ ഒരു ക്ലാസ്സിനകത്ത് സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്ലാസ്സിൻ്റെ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതെല്ലാം ആ ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ഷെയർ ചെയ്യും. ഇപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിളിനകത്തൊക്കെ ഇപ്പോൾ നിങ്ങൾ ബോക്സിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോക്സിനകത്ത് 2 ആട്രിബ്യൂട്ട് ഉണ്ടെന്ന് കരുതുക, വിഡ്ത്തും ഹൈറ്റും ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ എത്ര ബോക്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ വിഡ്ത്തും ഹൈറ്റും ഓരോ ബോക്സ് ഒബ്ജക്റ്റിനും എല്ലാം ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ടായിട്ട് പോകും. അപ്പോൾ നിങ്ങൾ 2 ഒബ്ജക്റ്റ് അല്ലെങ്കിൽ 3 ബോക്സ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ബോക്സ് ഒബ്ജക്റ്റിന്
വിഡ്ത്തും ഹൈറ്റ് ഉണ്ടാകും, സെക്കൻഡ് ബോക്സ് ഒബ്ജക്റ്റിനും വിഡ്ത്തും ഹൈറ്റ് ഉണ്ടാകും, മൂന്നാമത്തെ ബോക്സ് ഒബ്ജക്റ്റിനും വിഡ്ത്തും ഹൈറ്റും ഉണ്ടാകും. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനും എന്തുണ്ടായിരിക്കും, അതിൻ്റേതായ വിഡ്ത്തും ഹൈറ്റും ഉണ്ടാകും. അപ്പോൾ അവിടെ വേരിയബിൾ ഷെയർ ചെയ്യല്ല ചെയ്യുന്നത്, അവിടെ ഓരോ ഒബ്ജക്റ്റിനും അതിൻ്റേതായ വിഡ്ത്തും ഹൈറ്റും ഉണ്ടാകും. പക്ഷെ നിങ്ങളൊരു ക്ലാസ്സിനകത്ത് ഒരു വേരിയബിൾ സ്റ്റാറ്റിക്കായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിൾ എല്ലാ ഒബ്ജക്റ്റിനും ഷെയർ ചെയ്യും. അതായത് എല്ലാ ഒബ്ജക്റ്റിനും ആ ഒരു സിംഗിൾ സ്റ്റാറ്റിക് വേരിയബിളിനകത്തുള്ള വാല്യൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സ്റ്റാറ്റിക് കീവേഡ് ഇൻ ജാവ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ മെമ്മറി മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് മെമ്മറി എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കാരണം അത് ഷെയർഡ് ആണ്. മെമ്മറി വേരിയബിൾ സ്റ്റാറ്റിക്കായി ഡിക്ലെയർ ചെയ്ത വേരിയബിൾ മെമ്മറി ഷെയർഡ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷെയർ ദ സെയിം വേരിയബിൾ ഓർ മെത്തേഡ് ഓഫ് എ ഗിവൺ ക്ലാസ്. നിങ്ങൾക്ക് വേരിയബിൾ തന്നെ സ്റ്റാറ്റിക്കായി ഡിക്ലെയർ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷനും എന്ത് ചെയ്യാം, സ്റ്റാറ്റിക്കായിട്ട് ഡിക്ലെയർ ചെയ്യാം. നിങ്ങൾ സാധാരണ മെയിൻ ഫംഗ്ഷൻ സ്റ്റാറ്റിക്കായിട്ടാണ് ഡിക്ലെയർ ചെയ്യാറ്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. കാരണം ആ മെയിൻ എന്നുള്ള ഫംഗ്ഷന് എല്ലാ ഒബ്ജക്റ്റിനും ഷെയർഡ് ആണ്. സ്റ്റാറ്റിക് കീവേഡ് ക്യാൻ ബി അപ്ലൈഡ് ഓൺ വേരിയബിൾസ്, മെത്തേഡ്സ്, ബ്ലോക്സ് ഓർ നെസ്റ്റഡ് ക്ലാസ്സസ്. ക്ലാസ്സിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റിക് ആയിട്ട് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ക്ലാസ് റാദർ ദാൻ വിത്ത് ഇൻസ്റ്റൻസസ് ഓഫ് ദി ക്ലാസ്. നോർമലി സ്റ്റാറ്റിക് എന്നുള്ള കീവേഡ് ഇൻസ്റ്റൻസിന് മേലെയാണ് യൂസ് ചെയ്യുക. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്, കാരണം ഒബ്ജക്റ്റാണ് ആ സ്റ്റാറ്റിക് വേരിയബിളിനെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നത്. ക്ലാസ് മെമ്പേഴ്സ് ഡിക്ലെയർഡ് ആസ് സ്റ്റാറ്റിക് ക്യാൻ ബി ആക്സസ്ഡ് വിത്തൗട്ട് ക്രിയേറ്റിംഗ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദി ക്ലാസ്. ഇതാണ് അതിൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് നിങ്ങൾ ഒരു സ്റ്റാറ്റിക്കായിട്ട് ഒരു മെമ്പർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മെത്തേഡ് നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ആ മെത്തേഡിനെ കോൾ ചെയ്യാൻ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്യണമെന്നില്ല. അതായത് ഒബ്ജക്റ്റ് ഇല്ലാണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞ മെത്തേഡിൽ ഒരു മെത്തേഡ് ഇൻവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്ജക്റ്റ് നെയിം ഫസ്റ്റ് സ്പെസിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒബ്ജക്റ്റ് ഡോട്ട് പറഞ്ഞിട്ട് ആ കറസ്പോണ്ടിങ് ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പോൾ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിനകത്ത് ഒബ്ജക്റ്റ് ഡോട്ട് ഫാക്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒബ്ജക്റ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെത്തേഡിനെ സ്റ്റാറ്റിക്കായിട്ട് ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മെത്തേഡിനെ നിങ്ങൾക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കറസ്പോണ്ടിങ് ക്ലാസ് നെയിം മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ക്ലാസ് നെയിം ഡോട്ട് സ്റ്റാറ്റിക് മെത്തേഡ് ഓഫ്. അപ്പോൾ ഇവിടെ മെത്തേഡിൻ്റെ പേര് അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ പേര് സ്റ്റാറ്റിക് മെത്തേഡ് എന്നാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇൻവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് നെയിം ആദ്യം പറയാം, ദെൻ മെത്തേഡ് നെയിം പറയാം. പക്ഷെ ഇവിടെ ഒബ്ജക്റ്റിൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നോർമലി ഈ സ്റ്റാറ്റിക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്, സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്യുന്നത് യൂട്ടിലിറ്റി മെത്തേഡ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം മാത്ത് എന്നുള്ളൊരു ക്ലാസ് ഉണ്ട് ജാവയിൽ. ആ ക്ലാസ്സിനകത്ത് കുറേ വേരിയബിൾസും അതുപോലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ഫംഗ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് നെയിം പറഞ്ഞു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ മാത്ത് ഡോട്ട് പൈ, അതായത് ഒരു പൈ വാല്യൂ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്ത് ഡോട്ട് പൈ എന്ന് എഴുതിയാൽ മതി. അതുപോലെ ഒരു പവർ, ഒരു നമ്പറിൻ്റെ പവർ കാണണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ x⁻y കാണണമെന്നുണ്ടെങ്കിൽ മാത്ത് ഡോട്ട് പവർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഇതിന് ആർഗ്യുമെൻറ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ക്ലാസ് നെയിം സ്പെസിഫൈ ചെയ്യണം, ദെൻ മെത്തേഡ് നെയിം. അതുപോലെ തന്നെ അബ്സല്യൂട്ട് വാല്യൂ കാണാൻ മാത്ത് ഡോട്ട് ABS ഉണ്ട്, ദെൻ മാത്ത് ഡോട്ട് സൈൻ, കോസ്, അങ്ങനെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. So when a member is declared as static, it can be accessed before any objects of its class are created without reference to any object. അതായത് നിങ്ങളൊരു ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് സ്റ്റാറ്റിക്കായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്ട് ആ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ആ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും. സോ സ്റ്റാറ്റിക് മെമ്പർ ക്യാൻ ബി ഡിക്ലെയർഡ് ആസ്, ആദ്യം സ്റ്റാറ്റിക് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, അതിനുശേഷം വേരിയബിൾ നെയിം യൂസ് ചെയ്യുക. അല്ല മെത്തേഡ് ആണെന്നെങ്കിൽ ആദ്യം സ്റ്റാറ്റിക് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, ദെൻ ഫംഗ്ഷൻ നെയിം അല്ലെങ്കിൽ മെത്തേഡ് നെയിം ക്രിയേറ്റ് ചെയ്യുക. ദ മോസ്റ്റ് കോമൺ എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റിക് മെമ്പർ ഈസ് ദി മെയിൻ ഫംഗ്ഷൻ. നിങ്ങൾ സാധാരണ ജാവയിൽ ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതാറുണ്ട്, മെയിൻ ക്ലാസ്സിനകത്ത് ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതാറുണ്ട്. അപ്പോൾ ആ മെയിൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതാറ്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. അതായത് പബ്ലിക് എന്നുള്ളത് അതിൻ്റെ ആക്സസ് സ്പെസിഫയർ ആണ്, സ്റ്റാറ്റിക് എന്നുള്ളത് ഒരു കീവേഡാണ്, ദെൻ വോയിഡ് റിട്ടേൺ ടൈപ്പ് ആണ്, ദെൻ മെയിൻ എന്നുള്ളത് ഫംഗ്ഷൻ്റെ പേരാണ്. അപ്പോൾ അവിടെ ആ ഫംഗ്ഷൻ നിങ്ങൾ എഴുതിയത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നാണ്. സാധാരണ ഇൻ്റർവ്യൂവിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ജാവയിൽ എന്തുകൊണ്ടാണ് മെയിനിനെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന് എഴുതാൻ കാരണം, എക്സാമിനും ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ സ്റ്റാറ്റിക് യൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്, പബ്ലിക് എന്താണെന്നുള്ളത്, വോയിഡ് എന്താണെന്നുള്ളതും, ദെൻ മെയിൻ ഫംഗ്ഷൻ നെയിമാണ്. സ്റ്റാറ്റിക് ഡിക്ലെയർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രോഗ്രാം എക്സിക്യൂഷൻ മെയിൻ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മെയിൻ ക്ലാസ് മുതലാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ബൈറ്റ് കോഡ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് കമാൻഡ് പ്രോംപ്റ്റിൽ നിന്നാണ് എക്സിക്യൂട്ട് ചെയ്യുക. ജാവ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ടാണ്
ഈ ഒരു ക്ലാസ് മെയിൻ ക്ലാസ്സിന് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് അവിടെ പ്രോഗ്രാമിനകത്ത് ഒബ്ജക്റ്റ് ഒന്നും ക്രിയേറ്റ് ആയിട്ടില്ല, ഒരു ഒബ്ജക്റ്റും ക്രിയേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഒബ്ജക്റ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ആ മെയിൻ മെത്തേഡിനെ കോൾ ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ആ മെത്തേഡിന്, മെയിൻ മെത്തേഡിനെ നിങ്ങൾ സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു റീസൺ. മെയിനിനെ സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ കാരണം അതുകൊണ്ടാണ്. ഓക്കെ, so if you need to do computation to initialize your static variable, we can declare a static block that gets executed exactly once when the class is first loaded. ഇനി നിങ്ങൾക്ക് സ്റ്റാറ്റിക് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റാറ്റിക് വേരിയബിൾ എന്തെങ്കിലും വാല്യൂ വെച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റിക് എന്നുള്ളൊരു ബ്ലോക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റാറ്റിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ അതിനുള്ളിൽ കോഡ് ചെയ്തിട്ട് കേളി ബ്രാക്കറ്റ് സിംപ്ലി ക്ലോസ് ചെയ്യുക. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് രണ്ട് സ്റ്റാറ്റിക് വേരിയബിൾ ആണുള്ളത്. സ്റ്റാറ്റിക് ഇൻറ്റ് എ ഈക്വൽ ടു 3, സ്റ്റാറ്റിക് ഇൻറ്റ് ബി എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാം, അതല്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്റ്റാറ്റിക് ബ്ലോക്ക് എഴുതാം. ഇതാണ് ഒരു സ്റ്റാറ്റിക് ബ്ലോക്ക്. അപ്പോൾ സ്റ്റാറ്റിക് ബ്ലോക്കിനുള്ളിൽ നിങ്ങളൊരു വേരിയബിളിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ നിന്നിട്ടാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക, കാരണം ഇതിനുള്ളിലാണ് മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ളിൽ ഇവിടുന്ന് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം എ ഈക്വൽ ടു 3 ആക്കും, ദെൻ ബി എന്നുള്ള വേരിയബിൾ വെറുതെ അവിടെ ഡിക്ലെയർ ചെയ്ത് വെക്കും. അതിനുശേഷം ഒരു ഫംഗ്ഷൻ ആണല്ലേ, മെത്തേഡാണ്. അപ്പോൾ ഇത് വെറുതെ അങ്ങനെ എക്സിക്യൂട്ട് ആവില്ല. ഇത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഇതിനെ കോൾ ചെയ്യണം. അപ്പോൾ തൽക്കാലം ഇത് അവിടെ നിൽക്കട്ടെ. അതിനുശേഷം സ്റ്റാറ്റിക് ബ്ലോക്കിനകത്തോട്ട് വരും. സ്റ്റാറ്റിക് ബ്ലോക്കിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, സ്റ്റാറ്റിക് ബ്ലോക്ക് ഇനീഷ്യലൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അവിടെ പ്രിൻറ്റ് ചെയ്യും. അതാണ് ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് കാണുന്നത്, സ്റ്റാറ്റിക് ബ്ലോക്ക് ഇനീഷ്യലൈസ്ഡ് എന്ന് പറഞ്ഞിട്ട്. ദെൻ ബി ഈക്വൽ ടു എ ഇൻറ്റു 4 ചെയ്യും. നമ്മളിപ്പോൾ ഇവിടെ ബി എന്ന് പറഞ്ഞ വേരിയബിൾ ജസ്റ്റ് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. സോ ബി ഈക്വൽ ടു എ ഇൻറ്റു 4, എക്കകത്ത് 3 ഉണ്ട്, ദെൻ 3 ഇൻറ്റു 4, സോ ബി ഈക്വൽ ടു 12 ആകും. ബി ഈക്വൽ ടു 12 ആകും. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇത് പ്രിൻറ്റ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദെൻ മെയിൻ ഫംഗ്ഷനകത്തോട്ട് വരും. മെയിൻ ഫംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ ഈ മെത്തേഡിനെ കോൾ ചെയ്യാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, ഷോ ഓഫ് 42. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിനകത്ത് നിങ്ങളൊരു ഫംഗ്ഷന് സ്റ്റാറ്റിക്കായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. ഇത് സ്റ്റാറ്റിക് ആക്കി ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കോൾ ചെയ്യണമെങ്കിൽ ആദ്യം ഒബ്ജക്റ്റ് നെയിം സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ സ്റ്റാറ്റിക്കായി ഡിക്ലെയർ ചെയ്ത കാരണത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് ഇല്ലാണ്ട് ആ മെത്തേഡിനെ എക്സിക്യൂട്ട് ചെയ്യാം. സോ ഷോ ഓഫ് 42 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനകത്തോട്ട് 42 എന്നുള്ള വാല്യൂ വരും. ദെൻ വി ആർ പ്രിൻറ്റിങ് എക്സ് ഇൻ എ ബി. ഈ എക്സിൻ്റെയും എൻ്റെയും ബിൻ്റെയും വാല്യൂസ് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യണം. സോ എക്സ് ഈക്വൽ ടു 42, എ ഈക്വൽ ടു 3, ബി ഈക്വൽ ടു 12. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സിക്യൂഷൻ ഫ്ലോ. If you want to call a static method from outside its class, we can do so using the following general format. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൻ്റെ പുറത്തുനിന്ന് ആ ഒരു സ്റ്റാറ്റിക് മെമ്പർ അല്ലെങ്കിൽ സ്റ്റാറ്റിക് മെത്തേഡ് ഇൻവോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ് നെയിം ആദ്യം സ്പെസിഫൈ ചെയ്യണം. സെയിം ക്ലാസ്സിനകത്ത് തന്നെയാണ്, തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിനകത്ത് നമ്മൾ യൂസ് ചെയ്തത് സെയിം ക്ലാസ്സിനകത്ത് തന്നെയാണ് അവിടെ ഷോ എന്നുള്ള മെത്തേഡ് കോൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് നെയിമോ അല്ലെങ്കിൽ ക്ലാസ് നെയിമോ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലാസ്സിന് പുറത്തുനിന്നാണ് നിങ്ങളൊരു സ്റ്റാറ്റിക് മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് മെമ്പർ വേരിയബിൾ നിങ്ങൾ ആക്സസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഏത് ക്ലാസ്സിലുള്ള ക്ലാസ് ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. ദെൻ ആ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള കറസ്പോണ്ടിങ് മെത്തേഡ്, അതുപോലെ തന്നെ ആ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള കറസ്പോണ്ടിങ് വേരിയബിൾ. സോ ഹിയർ ക്ലാസ് നെയിം ഈസ് ദി നെയിം ഓഫ് ദി ക്ലാസ് ഇൻ വിച്ച് ദ സ്റ്റാറ്റിക് മെത്തേഡ് ഈസ് ഡിക്ലെയർഡ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ ഇതൊരു ക്ലാസ് ആണ് അല്ലേ, അതായത് സ്റ്റാറ്റിക് ഡെമോ എന്നുള്ളൊരു ക്ലാസ് ആണ്. ദെൻ സ്റ്റാറ്റിക് ബൈ നെയിം എന്നുള്ളത് വേറൊരു ക്ലാസ് ആണ്. ഇവിടെ 2 ക്ലാസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്, പ്രോഗ്രാം എഴുതിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 വേരിയബിൾ ഉണ്ട്, നേരത്തെ അതേ പ്രോഗ്രാം തന്നെയാണ്. എ ഈക്വൽ ടു 42, ബി ഈക്വൽ ടു 99. ദെൻ കോൾ മീ എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്, അതും സ്റ്റാറ്റിക് മെത്തേഡാണ്. ഇനി നമ്മൾ ക്ലാസ്സിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ മെത്തേഡും അല്ലെങ്കിൽ ഈ വേരിയബിളൊക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ക്ലാസ് നെയിം പറഞ്ഞു കൊടുക്കണം. ക്ലാസ് നെയിം ഇവിടെ സ്റ്റാറ്റിക് ഡെമോ എന്നാണ്. സോ സ്റ്റാറ്റിക് ഡെമോ ഡോട്ട് കോൾ മീ. ഇപ്പോൾ കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. ദെൻ ആ എയുടെ വാല്യൂ അവിടെ എന്താണോ അത് പ്രിൻറ്റ് ചെയ്യും, അതായത് 42 എന്നുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ഇതേപോലെ തന്നെ ബി ഈക്വൽ ടു സ്റ്റാറ്റിക് ഡെമോ ഡോട്ട് ബി, കാരണം ബി എന്നുള്ള ഇവിടെ സ്റ്റാറ്റിക് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. സോ ക്ലാസ് നെയിം ഡോട്ട് വേരിയബിൾ നെയിം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.